ഇന്നേ നമുക്കൊരു ABC സാലഡ് ഉണ്ടാക്കിയാലോ? വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയാണ്, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാലഡാണ് ABC സാലഡ്. അതിനായിട്ട് ആപ്പിളും ക്യാരറ്റും ബീട്രൂട്ടും ആണ് എടുത്തിരിക്കുന്നത്. 2 ക്യാരറ്റും 1 ആപ്പിളും അതുപോലെ തന്നെ ഒരു ചെറിയ ബീട്രൂട്ടും. ഇനി നമുക്ക് ആദ്യം ഞാനത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾക്ക് അതിൻ്റെ പുറന്തോടൊക്കെ ഒന്ന് കളയണം. അതിനായിട്ട് ഞാൻ ക്യാരറ്റിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ മുറിച്ച് വൃത്തിയാക്കിയ ശേഷം സ്ക്രബ്ബർ ഉപയോഗിച്ച് അതിൻ്റെ പുറന്തോട് ഒന്ന് കളയുകയാണ്. വളരെ നമ്മളുടെ ഡയറ്റൊക്കെ അതുപോലെ നമ്മളുടെ വെയിറ്റ് കുറയ്ക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഒരു നേരം ഈ ഒരു സാലഡ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഒരു നേരത്തെ ഫുഡ് നമ്മൾക്ക് അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു സാലഡ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അത് ഉണ്ടാക്കുവാനും നമുക്ക് എളുപ്പമാണ്, അതുപോലെ കഴിക്കുവാനും വളരെ ടേസ്റ്റാണ്. ഞാൻ 2 ക്യാരറ്റിൻ്റെയും പുറന്തോട് കളഞ്ഞു. ഇനി ആപ്പിളിൻ്റെ പുറന്തോടും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് ഉപയോഗിച്ച് കളയാമല്ലോ. പെട്ടെന്ന് അത് അതിൻ്റെ പുറന്തോടൊക്കെ പുറത്തുള്ള ആ തോടൊക്കെ മാറ്റുകയാണ്. ഇപ്പോൾ ആപ്പിളിൻ്റെ ക്യാരറ്റിൻ്റെയും പുറന്തോടൊക്കെ വൃത്തിയാക്കി വെച്ചു. ഇനി നമ്മൾ ഒരു ഗ്രൈറ്റർ ഉപയോഗിച്ച് ഒന്ന് ഗ്രൈറ്റ് ചെയ്തെടുക്കുകയാണ് ക്യാരറ്റ്. നമ്മളത് ഒത്തിരി പൊടിയായിട്ട് ഗ്രൈറ്റ് ചെയ്തെടുക്കരുത്. ഈ ഒരു രീതിയിൽ കുറച്ച് വലുതായിട്ട് കിടന്നോട്ടെ, എന്നാലേ നമുക്കതൊന്ന് കടിക്കാനും ഒക്കെ കിട്ടത്തുള്ളൂ. അതിനായിട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് ഗ്രൈറ്റ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമല്ലോ. അതുപോലെ തന്നെ നമ്മളുടെ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയൊക്കെ എനിക്ക് തോന്നുന്നു സാലഡുകളിൽ വെച്ച് ഏറ്റവും വളരെ ഹെൽത്തി ആയിട്ടുള്ള അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ് ABC സാലഡ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കുണ്ടാക്കാനും ഒത്തിരിയൊന്നും ആവശ്യമില്ലല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം അത് ഞാൻ ആ ക്യാരറ്റ് ഇതുപോലെ ഗ്രൈറ്റ് ചെയ്തെടുത്തു. രണ്ടും ഞാൻ ഗ്രൈറ്റർ ഉപയോഗിച്ച് ഇതുപോലെ ഈ ഒരു രീതിയിൽ ഗ്രൈറ്റ് ചെയ്തെടുത്തൊരു ബൗളിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മൾ പുറന്തോടൊക്കെ കളഞ്ഞു വെച്ചിരിക്കുന്ന ആപ്പിള് അതുപോലെ തന്നെ നമുക്ക് ആ ഗ്രൈറ്റർ ഉപയോഗിച്ച് ഇതുപോലെ ഈ രീതിയിൽ ഗ്രൈറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ എല്ലാ വശവും മാറി ഗ്രൈറ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ഉൾഭാഗത്തുള്ള ആ കുരുവിൻ്റെ ഭാഗം വരുമ്പോഴേ നമുക്കത് മാറ്റി വയ്ക്കാം. അത് നമുക്ക് ഉപയോഗിക്കേണ്ട. അല്ലാതെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കുവാൻ പറ്റും. ആപ്പിൾ വളരെ സോഫ്റ്റ് അല്ലേ, പെട്ടെന്ന് നമുക്കത് ചെയ്യുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഞാൻ ആപ്പിളും ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് മുഴുവൻ തന്നെ എടുത്തു. അതിൻ്റെ കുരുവുള്ള ഭാഗം മാറ്റി. അതിനുശേഷം ആ ക്യാരറ്റിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റിലേക്ക് ആപ്പിൾ ഗ്രേറ്റ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തു. നമ്മളെ ബീട്രൂട്ട് വൃത്തിയാക്കിയില്ലായിരുന്നു. ബീട്രൂട്ടിൻ്റെ തണ്ടൊക്കെ ഒന്ന് മുറിച്ച് അതുപോലെ തന്നെ അതിൻ്റെ പുറന്തോടും നമുക്ക് സ്ക്രബ്ബർ ഉപയോഗിച്ച് തന്നെ നമുക്ക് വൃത്തിയാക്കിയെടുക്കാം. ബീട്രൂട്ട് എല്ലാവർക്കും പച്ചയ്ക്ക് കഴിക്കുവാനായിട്ട് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പച്ചയ്ക്ക് കഴിക്കുവാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ആ ക്യാരറ്റിലേക്ക് ആപ്പിളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ അത് പച്ചയ്ക്ക് കഴിക്കാൻ എല്ലാവർക്കും ഒരു ടേസ്റ്റ് ഇച്ചിരി വ്യത്യാസം ഉണ്ടല്ലോ.
അപ്പോൾ പച്ചയ്ക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് ഇത് ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഒരു 5 മിനിറ്റ് നമ്മൾക്ക് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഉപ്പും വെള്ളമൊന്നും ചേർക്കാതെ നമുക്കൊരു ചട്ടിയിലോ നോൺ സ്റ്റിക്ക് പാനിലോ അല്ലെങ്കിൽ ഒരു സ്റ്റീമറിലോ വെച്ച് നമുക്ക് അതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഞാനിപ്പോൾ അത് ഒന്ന് ഇപ്പം ഞാൻ ആ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം ഞാനൊന്ന് ആവി കയറ്റിയെടുക്കുകയാണത്. ഇപ്പോൾ ഞാൻ അത് ആവി കയറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം അതും കൂടി ആ ക്യാരറ്റിലേക്കും ആപ്പിളിലേക്കും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് ഒരു നാരങ്ങയുടെ പകുതി ഭാഗം നമ്മൾക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം അതിലേക്ക്. അതിനുശേഷം കുറച്ച് കശുവണ്ടി പരിപ്പ് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 3/4 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾക്ക് 1 ടീസ്പൂണോളം തേൻ ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് കുഴച്ച് അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയല്ല ചതച്ചത്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളുണ്ടാക്കി കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല. കഴിച്ചിട്ടില്ല എങ്കിൽ ഉണ്ടാക്കി കഴിച്ച് നോക്കണം. വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണല്ലോ. നമ്മുടെ ABC സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മല്ലിയില ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ മല്ലിയില ഇടുന്നില്ല. ഉണ്ടോ, വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ABC സാലഡ് റെഡിയായി. ഉണ്ടോ, വളരെ പെട്ടെന്ന് റെഡിയായില്ലേ. ഞാനിത് വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. സെർവ് ചെയ്യാൻ പറ്റിയ ഒരു സെർവിങ് ബൗളിലേക്ക് ഞാനത് മാറ്റുകയാണ്. ആ നാരങ്ങാനീരും അതുപോലെ തന്നെ ആ കശുവണ്ടി പരിപ്പിൻ്റെ ആ ഒരു കടിക്കുവാനായിട്ട് നമുക്ക് കിട്ടുമ്പോഴും, അതുപോലെ തന്നെ ആ തേനിൻ്റെയും ഉപ്പ് എല്ലാ ടേസ്റ്റും കൂടി ആകുമ്പോൾ വളരെ ടേസ്റ്റാണ്. അതുപോലെ വളരെ ഹെൽത്തിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ.